ഹായ്, ടൈം എഞ്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മളുടെ ടോയ്ലറ്റുകളിൽ അല്ലെങ്കിൽ കുളിമുറികളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഡേഞ്ചർ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ. സാധാരണ നമ്മൾ കുളിമുറിയിലേക്കോ ടോയ്ലറ്റിലേക്കോ ഒക്കെ ഇറങ്ങി ചെല്ലുമ്പോൾ കാലെടുത്ത് വയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ ടൈലിൽ തെന്നി വീഴാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇതേപോലെ തെന്നിപ്പോയി കഴിഞ്ഞാൽ നടുവിടിച്ചും തലയിടിച്ചും ഒക്കെ നമ്മൾ വീണ് പരിക്കേൽക്കാറുണ്ട്. ശരിക്കും നല്ല പരിക്കേൽക്കുന്നത് സാധാരണ പ്രായമുള്ളവർക്കാണ്. ഇത് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ. നമ്മുടെ ടൈലിൽ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടന്ന് ഉപ്പലും പായലും ഉണ്ടാകുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതെങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു സിമ്പിൾ ടെക്നിക്ക് മിക്ക ആൾക്കാർക്കും അറിയാവുന്നതൊക്കെ തന്നെയാണ്, എന്നാലും ഒന്നുകൂടി ഇവിടെ പറയുന്നത് മാത്രം. സാധാരണ നമ്മളുടെ ഷോപ്പുകളിലൊക്കെ കിട്ടുന്ന പോലെ ചെറിയൊരു വൈപ്പ് ഉപയോഗിച്ച് ഇത് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഇതേപോലെ വളരെ ഹാൻഡിയായ വിൻഡോ വൈപ്സ് അല്ലെങ്കിൽ ടോയ്ലറ്റ് വൈപ്പ് എന്ന് പറഞ്ഞ് മേടിക്കാൻ കിട്ടും. അതിൻ്റെ അറ്റത്ത് ഇതേപോലെ ഒരു റബ്ബർ പീസും കാണും. ഈ റബ്ബർ പീസ് കൊണ്ട് നമുക്ക് വെള്ളം നന്നായിട്ട് വൈപ്പ് ചെയ്ത് കളയാം. ഇതേപോലെ ഹാൻഡി ആയിട്ടുള്ളവരെ മേടിക്കുകയാണെങ്കിൽ നമ്മുടെ വീടുകളിലുള്ള കുട്ടികൾക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും. എല്ലാവരോടും അവരവർ കുളി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ടോയ്ലറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടോ ഇതേപോലെ ഒന്ന് വൈപ്പ് ചെയ്ത് വെള്ളം ഇതേപോലെ ഒന്ന് ഒഴുക്കിക്കളയാൻ പറഞ്ഞാൽ മാത്രം മതി. നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. ഇതിപ്പോൾ വളരെ സ്ലോയിലാണ് ഇപ്പോൾ വൈപ്പ് ചെയ്ത് വിടുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇത് വൈപ്പ് ചെയ്ത് നമ്മുടെ ഫ്ലോറ് ക്ലീൻ ആകുന്നത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണിത്. നമ്മുടെ വെള്ള ടൈലൊക്കെ അതേപോലെ തന്നെ നിലനിൽക്കാനായിട്ട് ഇതേപോലെ ഒന്ന് വൈപ്പ് ചെയ്ത് വിട്ടാൽ വളരെ സൗകര്യമായിരിക്കും. അടുത്തയാൾ നമ്മുടെ ടോയ്ലറ്റ് യൂസ് ചെയ്യാനായിട്ട് ഇറങ്ങി വരുമ്പോൾ ടോയ്ലറ്റ് നന്നായിട്ട് ഉണങ്ങിക്കിടക്കുകയാണെങ്കിൽ ആ ആൾക്ക് ഇതേപോലെ തെന്നലൊന്നും ഉണ്ടാകത്തൊന്നുമില്ല. നമ്മുടെ ടൈലുകളിലെ വെള്ളം കറക്റ്റായിട്ട് ഇതേപോലെ വൈപ്പ് ചെയ്ത് വിടുകയാണെങ്കിൽ അടുത്തയാൾ യൂസ് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് ടോയ്ലറ്റ് നന്നായിട്ട് ഉണങ്ങിക്കിടക്കുക എന്നുള്ളത് മാത്രമല്ല, ഇച്ചിരി ഫ്രഷ് ആയിരിക്കുകയും ചെയ്യും. ആ ഒരു നല്ലൊരു ഫീൽ അത് കിട്ടുകയും ചെയ്യും. പയ്യെ അത് വൈപ്പ് ചെയ്ത് കളയുമ്പോഴത്തേക്ക് ടോയ്ലറ്റിലെ കംപ്ലീറ്റ് ഈർപ്പവും പോകും. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ടോയ്ലറ്റുകളിൽ ഈ പൂപ്പലും പായലും പിടിച്ച് അഴുക്കും ഒക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് ഒഴിവാക്കാൻ പറ്റും. ഇപ്പോൾ ഇത് കണ്ടോ, ഇത് നല്ല ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. അടുത്ത ആൾ കയറുമ്പോഴത്തേക്ക് ഇത് ഡ്രൈ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നുള്ള കാര്യം എന്ന് പറയുന്നത് ചില ഏരിയകളിലെ വെള്ളം ഇതിന് മഞ്ഞ ഷെയ്ഡ്, ബ്രൗൺ ഷെയ്ഡ് ഒക്കെ ഉണ്ടാകും. നമ്മൾ ഓരോ യൂസിന് ശേഷവും ഇതേപോലെ വൈപ്പ് ചെയ്ത് കളയുകയാണെങ്കിൽ ആ ഷെയ്ഡുകൾ അല്ലെങ്കിൽ ആ കളറുകളൊന്നും നമ്മുടെ ടൈലുകളിൽ പിടിക്കത്തില്ല. ഇത് നമുക്ക് എല്ലാവർക്കും ഡെയിലി പ്രാക്ടീസ് ചെയ്യാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. നന്നായിട്ട് ഫ്രഷായിട്ട് നമ്മുടെ ടോയ്ലറ്റുകൾ ഇരിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ തന്നെ അല്ലെങ്കിൽ ഫ്ലോർ ക്ലീനറും അതേപോലുള്ള സാധനമൊക്കെ മേടിച്ച് എന്നും തേച്ച് കഴുകേണ്ടിയൊക്കെ ആവശ്യകത ഇതുമൂലം ഒഴിവാക്കാനും പറ്റും. ആ എക്സ്പെൻസ് നമുക്ക് ഒഴിവാക്കാം, ടൈമും സേവ് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് ഉപകാരപ്പെടുമെന്നെങ്കിൽ നിങ്ങൾ അടുത്ത ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.